ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി മീൻ പിടുത്താട്ടോ. അതിനായിട്ട് രാവിലെ തന്നെ നമ്മൾ ഈ കാണുന്ന കുളത്തിൽ മോട്ടറൊക്കെ വെച്ച് വെള്ളം വറ്റിച്ചെല്ലാം സെറ്റാക്കി കേട്ടോ. ഈ കുളത്തിന്റെ മുക്കിനും മൂലയിലും എല്ലാം കാര്യങ്ങൾ അടിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ മീനെ പിടിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പ്രയാസപ്പെട്ടിരുന്നു. മോട്ടറിന്റെ വാൽവ് വെച്ചെടുത്തൊന്ന് മീനെ കോരിയെടുക്കുക കേട്ടോ രതീഷ്. അതുവഴി സമ്മാനമായിട്ട് കാരിയുടെ വക 2-3 കുത്തും കണ്ണന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുളത്തെ മൊത്തം കാര്യം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോർപ്പ വെച്ചിട്ടാണ് നമ്മൾ കാര്യ കോരിയെടുക്കണം. ഈ കുളത്തിലുള്ള ഏറ്റവും വലിയ മീനെ അമിത്തണ്ണം എടുത്തോണ്ട് പോകുന്നുണ്ട്. ഈ വരാലിനെ കിട്ടിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ശരിക്കും നല്ല ആശ്വാസമായിരുന്നു. വെള്ളം കുറവായതുകൊണ്ട് തന്നെ സൈഡ് മീൻ കയറിയിരിക്കുന്നതിന് തപ്പി നോക്കാട്ടെ ഇവരെല്ലാം. കുത്തിയിട്ടായിരിക്കാൻ വേണ്ടി ചോർപ്പയ്ക്കകത്തൂടെ കാര്യം തൂക്കിക്കൊണ്ട് പോകും. നമ്മുടെ ചേട്ടൻ ഇന്നും കുറെ വരാലിനെ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ജോലി ഇന്ന് കരയിലായിരുന്നു കേട്ടോ. അവര് പിടിക്കുന്ന മീനെല്ലാം ബക്കറ്റിലാക്കി നമ്മുടെ അതിനെ കഴുകി ഈ കലത്തിലേക്ക് ഇടുന്ന സിമ്പിൾ ജോലി. ഒരു കാര്യം പിടിച്ചാൽ സന്തോഷമാട്ടെ 100ന്റെ ബൾബ് കത്തി വെക്കുന്നോളെ വെക്കുന്നത്. സമയം രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ കളഞ്ഞ വെള്ളത്തിലേക്ക് താറാവും കൊക്കും വന്നേക്കും. നമുക്ക് എന്തായാലും ബാക്കി മീനെ പിടിക്കും. പറഞ്ഞു തീർത്തപ്പോഴത്തേക്ക് വരാലിനെ എടുത്ത് എറിയുന്നു. ഇവൻ ഇനി നമ്മുടെ കയ്യിൽ സുരക്ഷിതം. ഇനി ഇതിനെല്ലാം കഴുകി കലത്തിലിടണമല്ലോ. 2 വരാലിനെ കിട്ടിയപ്പോൾ സന്തോഷം കണ്ടില്ലേ. എത്ര കുത്തു കിട്ടിയാലും ഇത്തരത്തിലുള്ള ഇരിപ്പായപ്പോഴും ഏകദേശം മീനെല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാരും കുളിക്കാൻ പോയിട്ടാ. എന്താ ഇത് മത്സ്യകന്യക. രാവിലെ 5:30 തന്നെ വരാന്ന് പറഞ്ഞിട്ട് 8:30 ആയപ്പോ വന്നേക്കും. നമ്മൾ മീനെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ കൊക്കെല്ലാം കൂടെ വന്ന് ബാക്കിയുള്ള മീനുകളെ കൊത്തിയെടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് മീനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മീനുമായിട്ടുള്ള ഫോട്ടോ സെക്ഷനും കഴിഞ്ഞ് അവർക്ക് ടാറ്റയും കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ. മീനിനെ വീതം വെക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.